പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകം 33 അധ്യായം 13 ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ എല്ലാ പ്രഭാതയാമത്തിലും നൽകപ്പെടുന്നതായ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മോശ ദൈവസന്നിധിയിൽ സങ്കടത്തോടുകൂടെ കഴിക്കുന്നതായ ഒരു പ്രാർത്ഥനയുടെ ഒരു വാചകമാണ് നാം ഇവിടെ വായിച്ചത്. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ചിലപ്പോഴൊക്കെ നമ്മളതൊരു സാധാരണ വാചകം പോലെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെങ്കിൽ മോശയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു പ്രഭാതത്തിൽ മോശ ഉണർന്നെഴുന്നേറ്റ് കരഞ്ഞ് നിലവിളിച്ച് ഹൃദയം തകർന്ന് താൻ നടത്തിക്കൊണ്ടുവന്നതായ ജനത്തിൻ്റെ അവസ്ഥ, താൻ നേരിട്ടതായ വലിയ പ്രതിസന്ധി, അതൊക്കെ ഓർത്ത് മോശ വളരെ ഭാരപ്പെട്ടു, കരഞ്ഞു. തന്നോടൊപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതായ ജനങ്ങളിൽ ആയിരം ജനങ്ങൾ ദൈവത്തിൻ്റെ ബാധയാൽ, ദൈവത്തിൻ്റെ കോപത്താൽ സംഹരിക്കപ്പെട്ടു. മരുഭൂമിയിൽ അവർ വെളിച്ചം കാണാതെ കടന്നുപോയി. കുറച്ച് ജനം ദൈവസന്നിധിയിൽ ശേഷിച്ചിരിക്കുന്നു. സീനായ് മലയുടെ അടിവാരത്തിൽ മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരിക്കൽ പോലും കാണാൻ ആഗ്രഹിക്കാത്തതായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ വലിയൊരു ദുഷ്ടതയെ കണ്ട് മോശയുടെ ഹൃദയം തകർന്നു. വിലയേറിയ പൊന്നുകൊണ്ടും മുത്തുകൊണ്ടും രത്നങ്ങൾ കൊണ്ടും ജനങ്ങൾ അത് സംഭരിച്ച് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിരിക്കുന്നു. അതിനെ ആരാധിക്കുന്നു. ഒരു സാധാരണ മരവും കല്ലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലോഹം കൊണ്ടായിരുന്നുവെങ്കിൽ മോശ അല്പം കൂടെ അങ്ങ് സഹിക്കുമായിരുന്നു. വിലയേറിയ പൊന്നും മുത്തും വജ്രങ്ങളുമൊക്കെ അവരുടെ കയ്യിലുള്ളതെല്ലാം അതിനുവേണ്ടി ഇതാ സന്മനസാലെ അർപ്പണം ചെയ്തിരിക്കുന്നു. അത് മോശയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. തൽഫലമായി അനേകർ സംഹരിക്കപ്പെട്ടു. അനേക ബാധയാൽ അവർ അവിടെ ഇപ്പോൾ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോവുകയാണ്. അനേകർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനഭിമതരായി തീർന്നു. അവരിൽ ഉണ്ടായിരുന്നതായ പ്രസാദം ദൈവം പിൻവലിച്ചു. ഇപ്പോൾ സീനായ് മലയുടെ അടിവാരത്തിൽ നിന്ന് കൂടാരത്തെയും ഒക്കെ ഇളക്കിക്കൊണ്ട് മോശയ്ക്ക് മുൻപോട്ട് യാത്ര പുറപ്പെടുവാൻ ആജ്ഞ വന്നിരിക്കുകയാണ്. ദൈവത്തോട് മോശ ചോദിക്കുന്നു, കർത്താവേ, ഇനിയും എനിക്ക് ഒരടി മുൻപോട്ട് പോകണമെങ്കിൽ നിന്റെ വഴി ഏതാണെന്ന് എന്നെ കാണിക്കണം. അതൊരു വലിയൊരു ചോദ്യമാണ്. ദൈവം തനിക്ക് കൊടുക്കുന്നതായ മറുപടി എന്താണെന്ന് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. മോശ ചോദിക്കുന്നു, എന്നോടുകൂടെ ആരെയും നീ അയച്ചില്ല, ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ട് പോക എന്ന് എന്നോട് പറഞ്ഞപ്പോൾ നീ എനിക്ക് ബലം തരും, എന്നെ സഹായിക്കുവാൻ ആരെയെങ്കിലുമൊക്കെ പറഞ്ഞേൽപ്പിക്കുമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചതെങ്കിലും ആരെയും എനിക്ക് സഹായിയായി നീ എന്നോടൊപ്പം വിട്ടില്ല. ഞാൻ തന്നെ ഭാരം വഹിക്കേണ്ടി വന്നു. എന്നാൽ ഞാൻ വളരെ ധർമ്മ സങ്കടത്തിലായിരിക്കുന്നു. എൻ്റെ ജനങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ആടുകൾ പലരും സംഹരിക്കപ്പെട്ടു പോയി. അതിന് ഈ മരുഭൂമിയിൽ അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇതാ ശേഷിച്ച ജനങ്ങളുമായി ഞാൻ മുൻപോട്ട് പോകണമെങ്കിൽ എനിക്ക് നിന്റെ വഴി ഏതാണെന്ന് എന്നെ കാണിക്കണം, എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് നിന്നെ ഒന്നുകൂടെ പരിചയപ്പെടണം. ഞാൻ പരിചയപ്പെട്ടതുപോലെ അല്ല, അല്പം കൂടെ നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയോ ദൈവമേ എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷെങ്കിൽ നിന്റെ മഹാദയുള്ളതായ ആ വഴികളെ ഒന്ന് മനസ്സിലാക്കുവാൻ, മുഖത്തെ മനസ്സിലാക്കുവാൻ എനിക്ക് പ്രാപ്തി ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ വഴി എന്നെ ഒന്ന് കാണിക്കണം. മോശയുടെ ചോദ്യം ഹൃദയം നുറുക്കുന്ന ചോദ്യമാണ്. നമ്മളും ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. പലപ്പോഴും വഴിയറിയാതെ ഏത് വഴിയെ കൂടെ പോകണമെന്ന് നമുക്ക് തിട്ടമില്ലാതെ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പം നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഏത് വഴിയാണ് ദൈവത്തിന് പ്രസാദമുള്ളത്? വലത്തോട്ട് തിരിയണമോ ഇടത്തോട്ട് തിരിയണമോ? നേരെ നോക്കിയാൽ നീണ്ടുകിടക്കുന്ന മരുഭൂമി, മണലാരണ്യം, തെക്കേതാ വടക്കേതാ എന്നറിയില്ല. പക്ഷെങ്കിൽ അവിടെ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ജനങ്ങളുമായിട്ട് ഞാൻ ഏത് വഴിയെ പോകണം? ദൈവം മോശയ്ക്ക് കൊടുത്തതായ വഴി
വളരെ പ്രധാനപ്പെട്ടതായ ആശയം ദൈവം മോശയോട് പറയുകയാണ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. മൈ പ്രസൻസ് വിൽ ഗോ ബിഫോർ യു. എൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി പോകും എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം നിനക്ക് മുൻപിൽ നീ കാണുന്നുവെങ്കിൽ അതാണ് വഴി. അത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണയായി പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നാം സഞ്ചരിക്കുന്നതായ ആ പ്ലെയിനിനെ നിയന്ത്രിക്കുന്നതായ പൈലറ്റ്, അദ്ദേഹത്തിന് ഒരു ആകാശപാതയുണ്ട്. അവിടെ പ്ലെയിനിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് ആ പാതയെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. പക്ഷെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ആ പാതയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമുക്ക് അതിശയം തോന്നിപ്പോവും. ഈ നീണ്ടു വിടർന്ന് അല്ലെങ്കിൽ നിരന്ന് കിടക്കുന്നതായ ഈ മേഘത്തെരുവിൽ കൂടെ ഈ പാത എങ്ങനെയാണ് ഈ പൈലറ്റ് തിരിച്ചറിയുന്നത്? അതിൻ്റെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയുണ്ട്, ഒരു ലീഡുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ വണ്ണം ആ കമ്പ്യൂട്ടർ തനിക്ക് വാണിംഗ് കൊടുക്കും. നേരെ പോകുക, അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുക, ഇവിടെ ലാൻഡിങ്ങിനുള്ളതായ സമയമായിരിക്കുന്നു, ഇത്ര മണിക്കൂർ കൂടെ നിനക്ക് യാത്രയുണ്ട് എന്നൊക്കെ ഒരു പൂർണ്ണമായ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതായ ഒരു കമ്പ്യൂട്ടർ സംവിധാനം ആ എയ്റോപ്ലെയിനിലുണ്ട്. കപ്പലിൽ നാം യാത്ര ചെയ്യുമ്പോൾ ആ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുന്നതായ ആ സമുദ്രത്തിൽ ആ ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്ന കപ്പിത്താന് കടന്നു പോകേണ്ടതായ പാതയെക്കുറിച്ച് ഒരു ലീഡ് കമ്പ്യൂട്ടർ, ഒരു റഡാർ സിസ്റ്റമുണ്ട്. നോക്കൂ, നമ്മുടെ ചിന്തയിൽ അതൊരു അതിശയകരമായി പോകും. ഈ വെള്ളത്തിൽ പാത എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്നാൽ ആ കമ്പ്യൂട്ടറിനേക്കാളും അത് നിയന്ത്രിക്കുന്ന വ്യക്തിയെക്കാളും അതിശയമായി നാം അംഗീകരിക്കേണ്ടതായ വേറൊരു വിഷയം, ആകാശത്തിലും സമുദ്രത്തിലും പാതയെ കണ്ടെത്തി അതിനെ രേഖപ്പെടുത്തിയ ഒരു ബുദ്ധിയുണ്ട്. അതാണ് ശ്രേഷ്ഠം. അതിനെയാണ് ബഹുമാനിക്കേണ്ടത്, അതിനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം മനുഷ്യന് കൊടുക്കുന്നതായ വഴിയുടെ തെളിവ്, അടയാളം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വഴിയറിയാതെ എങ്ങോട്ട് തിരിയണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മൾ കൺഫ്യൂഷനിലാകത്തില്ലേ? ആശയക്കുഴപ്പമാകത്തില്ലേ? നമുക്കൊന്നും അറിയില്ല. ദൈവം ഇഷ്ടപ്പെടുന്ന വഴി ഏതാണ്? ചിലപ്പോൾ നമ്മൾ 2-3 ദിവസത്തെ ഉപവാസം എടുത്തും കൊണ്ട് ദൈവത്തോട് നിർബന്ധിച്ച് ചിലപ്പോൾ ചോദിക്കും, കർത്താവേ, അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറക്കണമേ, അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചേക്കാം. പക്ഷെങ്കിൽ ദൈവമാണ് അത് അടഞ്ഞിരിക്കുന്നതായി നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ, ദൈവത്താലാണ് അത് അടച്ചു കിടക്കുന്നതെങ്കിൽ ഒരിക്കലും നിന്റെ ഉപവാസം കൊണ്ട് അത് തുറക്കുമെന്ന് വിചാരിക്കരുത്. എന്നാൽ ദൈവം അടച്ചതിനെയും തുറന്നതിനെയും കണ്ട് വേർതിരിച്ചറിയുവാനുള്ള ഒരു ജ്ഞാനം ദൈവം നമ്മളിൽ തരുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ മുൻപിൽ പ്രസാദകരമായിട്ടുള്ളത്. നിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള ഒരു സന്മനസ്. അപ്പോസ്തലനായ പൗലോസ് അതാണ് പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനായി ദൈവത്തിന് പ്രസാദവും ദൈവം ഇഷ്ടപ്പെടുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ദൈവത്തിന് പ്രസാദവുമായ യാഗമായി സമർപ്പിക്കുമ്പോൾ അവൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ ഇതുവരെയുമുള്ളതായ രൂപം കൊണ്ട്, ഇതുവരെയുള്ളതായ മനോഭാവം കൊണ്ട് നമുക്ക് ആ ഹിതത്തെ തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ഉദാഹരണമായി, നാം ഒരു വാഹനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ. നാം ചോദിക്കുന്ന വാഹനം ദൈവം നമുക്ക് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഏത് വാഹനം ചോദിച്ചാലും ദൈവം നമുക്ക് തരുമെന്ന് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ, നമ്മൾ മാനുഷിക ബുദ്ധിயின் പ്രകാരം ഏത് വാഹനമായിരിക്കും ചോദിക്കുക? ഏറ്റവും ഉയർന്ന ഒരു വാഹനം, ഒന്നുകിൽ ഒരു ബെൻസ് കാർ, ഇല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് കാർ, ഇതൊക്കെ ആയിരിക്കും ചോദിക്കുക. കാരണം നമ്മൾ ചോദിക്കുന്നതെല്ലാം കർത്താവ് തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ ദൈവം ആ സ്ഥാനത്ത് നമ്മുടെ കയ്യിൽ ഒരു മാരുതി കാർ തന്നാലോ, ഇല്ലെങ്കിൽ ഒരു 2 വീലർ തന്നാലോ നമ്മൾ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യും? ദൈവം തരുന്നതിനെ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഏതിൽ നിലനിൽക്കുന്നുവോ, ഏത് വഴിയാണ് ദൈവം നമ്മുടെ മുൻപിൽ തുറന്നു കാണുന്നത്, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മുൻപിൽ ഉണ്ടോ എന്ന് നോക്കുക. അത് മാരുതി എന്നോ റോൾസ് റോയ്സ് എന്നോ ബെൻസ് കാറോ എന്നില്ല. ദൈവം തരുന്നതിനോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ശുഭമായി വർത്തിക്കപ്പെടും. ഇല്ലായെങ്കിൽ നമ്മുടെ മോഹങ്ങളും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പലപ്പോഴും ചില നിർബന്ധത്താൽ ചില വഴികൾ തുറന്നെന്നും ചില വഴികൾ വിശാലമായെന്നും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെങ്കിൽ അതിൽ കൂടെയുള്ളതായ യാത്ര വളരെ ദുർഘടമായ യാത്രകളായിരിക്കും. പക്ഷെങ്കിൽ ദൈവം നയിക്കുന്നതായ ഒരു പാത നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞതായ ഒരു പാതയെ നമുക്ക് അനുഭവിച്ചറിയുവാനുള്ളതായ ഒരു കഴിവ്, നമുക്കൊരു ആത്മപരിരക്ഷണം നമുക്കുണ്ടെങ്കിൽ, അവിടെ
സകലതും നമുക്ക് നന്മയ്ക്കായി തുറക്കപ്പെടുന്ന ചില വഴികളെ ദർശിക്കുവാൻ സാധിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി ചെയ്യുന്നു. അടഞ്ഞു കിടക്കുന്ന വഴികൾ അത് നന്മയ്ക്കായിട്ടായിരിക്കും. ലഭിക്കാത്തതായ കാര്യങ്ങൾ അത് നന്മയ്ക്കായിട്ടായിരിക്കും. പക്ഷേ ലഭിക്കുന്നതോ തൻ്റെ ഹിതപ്രകാരം നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം അത് നമുക്ക് നന്മയ്ക്കായി നൽകി തരുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രാർത്ഥനാവീരനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്തയാണ് വലുത്. ദൈവം തരുന്നതേതോ, ദൈവത്തിൻ്റെ സാന്നിധ്യം അത് മരുഭൂമിയിൽ കൂടെ ആയിരുന്നാലും, അത് വലിയൊരു കനാൻ ദേശമായിരുന്നാലും, ദുർഘടമായ പാതകളായിരുന്നാലും, ചെങ്കടലായിരുന്നാലും, പട്ടിണിയായിരുന്നാലും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് മുൻപായി പോകുന്നുണ്ടെങ്കിൽ അവിടെ നിനക്കൊന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് മോശയോട് ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മോശ ദൈവത്തോട് പറയുകയാണ്, അതേ കർത്താവേ, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിന്ന് യാത്രയാക്കരുത്. കാരണം അത് മാത്രമേ എനിക്ക് ആശ്രയിക്കാനുള്ളൂ. നിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യ ബോധം നമുക്ക് വരുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധം നമ്മെ നയിക്കുമ്പോൾ, ആ പ്രകാശത്തെ കാണുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടേണ്ടതിന് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിൽ ഒരു പുതിയ ചിന്തയുണ്ടാകണം. നമ്മളെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള രൂപമാണ് നമ്മുടെ മനസ്സിൽ. നാം കാരിക്കുന്നതായ ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ ആ ഭവനത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഒരു പിക്ചർ ഉണ്ടാക്കും, നമ്മൾ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാക്കും, നമ്മൾ തന്നെ അതിൻ്റെ വിശാലതയെക്കുറിച്ച്, അതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ അളന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ ദൈവം നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പറയുന്നതിലും വളരെ വിഭിന്നമായ വഴികളായിരിക്കാം ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു വലിയൊരു കഴിവ് കർത്താവിനോട്, ദൈവത്തോട് മോശ അതാണ് പറയുന്നത്. ഞാൻ ഇതുവരെയും പല രൂപത്തിൽ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു, നിന്നെ ഞാൻ സംശയിച്ചു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ അതിൽ നിന്ന് വ്യത്യസ്തനാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നുകൂടെ അറിയേണ്ടതിന്, ഞാൻ നീയുമായിട്ട് ഒന്നുകൂടെ പരിചയപ്പെടേണ്ടതിന് എന്നെ കർത്താവേ നിന്റെ വഴികളെ കാണിക്കണമേ. ദൈവം മോശയോട് പറയുന്നു, ആ വാക്കിന് നാം ശ്രദ്ധിക്കുക, മൈ പ്രസൻസ് വിൽ ഗോ ബിഫോർ യു. എൻ്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി പോകും. പ്രിയപ്പെട്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ, നിന്റെ വഴികളുടെ മുമ്പിൽ, ആഗ്രഹങ്ങളുടെ മുമ്പിൽ, നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നില്ലേ? അതിൻ്റെ അർത്ഥം നിന്റെ മനസ്സുകൊണ്ട്, നിന്റെ മനസ്സിലുള്ളതായ കണക്കുകൂട്ടുകൾ വേറെയാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ, ആ മനസ്സിലൊരു ചിന്ത, ആ നിൻ്റെതായ പ്ലാനിങ്ങും പദ്ധതിയുമല്ല ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ വഴികൾ നിനക്ക് വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ആ സാന്നിധ്യ ബോധത്തിൽ നിന്നെ നയിക്കപ്പെടും. അത് വിശാലമായിരിക്കും. നീ പ്രതീക്ഷിക്കുന്നതിലപ്പുറം സമാധാനം നൽകുന്നതായിരിക്കും. അത് വലിയ ആശ്രയകേന്ദ്രമായിരിക്കും. നിനക്കും നിന്റെ തലമുറകൾക്കും നിന്റെ കുഞ്ഞുങ്ങൾക്കും എപ്പോഴും വിശ്വസിക്കാവുന്നതും അത് ഉറച്ച് നിനക്ക് യാത്ര ചെയ്യാവുന്നതുമായ ഒരു വലിയ ആശ്രിതമായ വഴികളായിരിക്കും. ദൈവം തൻ്റെ സാന്നിധ്യബോധത്തോടു കൂടെ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ ഭവനങ്ങളെയും നിനക്കുള്ളവരെയും ഈ നാളുകളിൽ നടത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.